നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾ വൈകുന്നത് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് യാത്ര പ്ലാൻ ചെയ്തിരിക്കവേ വിമാനം പല കാരണങ്ങളാലും വൈകാറുണ്ട്. അങ്ങനെ വൈകുമ്പോൾ അത് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുത് തന്നെയാണ്. അത്തരത്തിലുള്ള സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ടേക്ക് ഓഫ് ചെയ്യാനിരുന്ന വിമാനം യാത്ര തുടങ്ങിയത് 10 മണിക്കൂറോളം വൈകി. ദില്ലി പൂനെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇത്തരത്തിൽ വൈകിയത്. കനത്ത മൂടൽ മഞ്ഞ് കാരണം വിമാനം യാത്ര തുടങ്ങാനാകാതെ ആകെ പ്രതിസന്ധിയിലായി. 200ഓളം യാത്രക്കാരായിരുന്നു ഇത്തരത്തിൽ യാത്രാമധ്യേ കുടുങ്ങിയത്. 7.5 മണിക്കൂറോളമാണ് യാത്രക്കാർ ഇത്തരത്തിൽ കനത്ത മൂടൽ മഞ്ഞ് കാരണം വിമാനം പുറപ്പെടാൻ വൈകി കാത്തിരിക്കേണ്ടി വന്നത്. വെള്ളിയാഴ്ച രാത്രി 9:40 ദില്ലിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 11:50 പൂനെയിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനമാണ് ഇത്തരത്തിൽ വൈകിയത്. രാവിലെ 7:30 പിന്നീട് ഈ വിമാനം പുറപ്പെട്ടത് ദില്ലിയിൽ നിന്നും. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് വിമാനം പൂനെയിൽ ലാൻഡ് ചെയ്തത്. അരമണിക്കൂർ വൈകി വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് യാത്രക്കാരെ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്യാതെ വന്നു. യാത്രക്കാർ ക്രൂ അംഗങ്ങളെ സമീപിച്ചു. എന്നാൽ വിമാനം ഉടൻ തന്നെ ടേക്ക് ഓഫ് ചെയ്യുമെന്ന് മറുപടി കിട്ടി. തുടർന്ന് 2 മണിക്കൂറിലധികം സമയമാണ് യാത്രക്കാർ അതിനുള്ളിൽ അകപ്പെട്ടത്. ഇതോടെ യാത്രക്കാർ ഇത്രയും വൈകിയതോടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. തിരിച്ച് ടെർമിനലിലേക്ക് പോകണം എന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ 5:30 വിമാനത്തിൽ സാങ്കേതിക തകരാറുണ്ടെന്ന് പറഞ്ഞ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടുവെന്നും യാത്രക്കാർ വെളിപ്പെടുത്തി. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം യാത്രക്കാരെ ബസ്സുകളിൽ ടെർമിനൽ ബിൽഡിംഗിലേക്ക് എത്തിക്കുകയും ചെയ്തു. വീണ്ടും സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം വീണ്ടും അതേ വിമാനത്തിൽ കയറേണ്ടി വന്നു എന്നാണ് യാത്രക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ദില്ലിയിൽ നിന്നുള്ള 32 വിമാനങ്ങളാണ് ഇത്തരത്തിൽ വൈകിയത്. വ്യോമ ഗതാഗതത്തെ മാത്രമല്ല റെയിൽ ഗതാഗതത്തെ മൂടൽമഞ്ഞ് പ്രതികൂലമായി സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. മാത്രമല്ല ട്രെയിനുകളും കഴിഞ്ഞ ദിവസങ്ങളിലെ 81ഓളം ട്രെയിനുകൾ മൂടൽമഞ്ഞ് കാരണം വൈകുന്ന സാഹചര്യമുണ്ടായി. കനത്ത മൂടൽമഞ്ഞാണ് ഡൽഹിയിലുള്ളത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. സാങ്കേതിക തകരാറെന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. ദുബായിൽ നിന്ന് രാവിലെ വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു അടിയന്തരമായി നിലത്തിറക്കിയത്. ലാൻഡിംഗ് ഗിയറിന് തകരാറുണ്ടെന്ന് പൈലറ്റ് അറിയിച്ചു. എന്നാൽ പ്രശ്നങ്ങളില്ലാതെ വിമാനം നിലത്തിറക്കാനായെന്ന് അധികൃതർ വ്യക്തമാക്കി. ടയറിലെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രശ്നങ്ങൾ കണ്ടു. ഈ ഒരു പ്രശ്നം കാരണമാണ് ഇത്തരത്തിൽ അത് അടിയന്തരമായി ലാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. യാത്രക്കാർക്ക് മറ്റൊരു രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.